വിദ്യാസാഗറിന്റെ ഫിസിക്സ് ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. അപ്പോൾ 8ാം ക്ലാസ്സിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് എന്താണ്? ഒന്നാമത്തെ പാഠഭാഗം പഠിച്ചു കഴിഞ്ഞത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? രണ്ടാമത്തെ പാഠഭാഗമായ ചലനം അല്ലെങ്കിൽ മോഷനെ കുറിച്ച് എന്ത് ചെയ്യാം? പഠിക്കാം. ഓക്കെ, എന്താ ചലനം എന്ന് പറഞ്ഞാല്, ഇപ്പോൾ ഒരു വസ്തുത ഇവിടെ ഇരിക്കുകയാണ്. ക്ലാസ്സിൽ കുറച്ച് എന്ത് ചെയ്തു? ഞാൻ കുറച്ച് ഇവിടെ ഇട്ടുകൊണ്ട് വെച്ചു. അപ്പൊ എന്ത് പറഞ്ഞു? നിങ്ങൾ ആ സ്ഥാനം മാറി എന്ന് പറഞ്ഞു അല്ലേ? വസ്തു എന്ത് ചെയ്തു? ചലിച്ചു എന്ന് പറഞ്ഞു. ഇവിടെ നിന്ന് ഇങ്ങോട്ട് സ്ഥാനം മാറി എന്ന് പറഞ്ഞു അല്ലേ? അപ്പൊ എന്തുകൊണ്ടാ പറഞ്ഞത്? നിങ്ങൾ ആദ്യ വസ്തു ഇവിടെയായിരുന്നു, നോക്കിയപ്പോൾ എന്ത് ചെയ്തു? വസ്തു ഇവിടെ നിന്ന് മാറി ഇവിടെ നിൽക്കുന്നു. അപ്പൊ എന്ത് ചെയ്തു? സ്ഥാനം എന്ത് ചെയ്തു? ചേഞ്ച് ആയി. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ എന്ത് പറയും? വസ്തു ചലിച്ചു എന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ മറ്റൊരു എക്സാമ്പിൾ ഉപയോഗിക്കാം. ഇപ്പൊ നിങ്ങൾ ബസ്സിൽ യാത്ര ചെയ്യുകയാണ്. അപ്പൊ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ നിങ്ങളുടെ നിങ്ങളുടെ സുഹൃത്ത് എന്താണ്? നിങ്ങളുടെ അടുത്ത് ഇരിക്കുകയാണ്. നിങ്ങൾ കാര്യം പറഞ്ഞ ബസ്സിലോട്ട് പോവുകയാണ്. ബസ് എന്ത് ചെയ്തു? മുന്നോട്ട് എടുത്തു. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾ അടുത്തിരിക്കുന്ന യാത്രക്കാരൻ സ്ഥാനം മാറുന്നുണ്ടോ? മാറുന്നില്ല. കാര്യം എന്താണ്? നിങ്ങൾ ഒരേ സീറ്റിൽ അടുത്തടുത്തിരുന്ന കാര്യം പറഞ്ഞ് പോവുകയാണ്. അപ്പൊ നിങ്ങൾ കൂട്ടുകാരനെ അപേക്ഷിച്ച് നിങ്ങളുടെ സ്ഥാനം എന്ത് ചെയ്യുന്നില്ല? മാറുന്നുണ്ടോ? ഇല്ല. കാര്യം കൂട്ടുകാരൻ നോക്കുമ്പോൾ എന്താണ്? നിങ്ങൾ അടുത്തിരിക്കുകയാണ്, സ്ഥാനം എന്ത് ചെയ്യുന്നില്ല? മാറുന്നില്ല. പക്ഷെ ബസ് എന്തിനാണ്? ചലനാവസ്ഥയിലാണ്. ഇപ്പൊ കൂട്ടുകാരൻ പറയുന്നത് എന്താണ്? നിങ്ങൾ ഇപ്പോ നിശ്ചലാവസ്ഥയിലാണ്, അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിലാണ്. എന്താണ് നിശ്ചലാവസ്ഥ എന്ന് പറഞ്ഞാൽ? ചലിക്കാത്ത അവസ്ഥ, വെറുതെ ഇരിക്കുന്ന അവസ്ഥ, സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്. ഓക്കെ, കൂട്ടുകാരൻ പറയുന്നു നിങ്ങളിപ്പോ ഏതവസ്ഥയിലാണ്? നിശ്ചലാവസ്ഥയിലാണ്, എന്ത് ചെയ്യുന്നില്ല? ചലിക്കുന്നില്ല. എന്നാൽ ഇതേ സമയം ഞാൻ എന്ത് ചെയ്യുന്നു? ബസ്സിന് പുറത്ത് ഇരിക്കുകയാണ്. ബസ്സിന് പുറത്ത് നിന്ന് വിൻഡോ വഴി നിങ്ങൾ കണ്ടോണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ബസ് എന്ത് ചെയ്തു? പയ്യെ മുന്നോട്ട് എടുത്തു. അപ്പൊ ഞാൻ നോക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? ഞാൻ ഇവിടെ നിൽക്കുകയാണ് അവിടെ. അപ്പൊ ഞാൻ നോക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? ബസ് നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങളെ കൊണ്ട് പോവുകയാണ്. ഞാൻ നോക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? നിങ്ങളെ സ്ഥാനം മാറുന്നില്ലേ? സ്ഥാനം മാറുന്നുണ്ട്. അപ്പൊ എന്ത് പറയാൻ സാധിക്കും? ഞാൻ എന്ത് പറയും? നിങ്ങൾ ഇപ്പോൾ ഏതവസ്ഥയിലാണ്? ചലനാവസ്ഥയിലാണെന്ന് പറയും. ഓക്കെ, ഞാൻ എന്ത് പറയുന്നു? നിങ്ങളിപ്പോ ഏതവസ്ഥയിലാണ്? ചലനാവസ്ഥയിലാണെന്ന് പറയും. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞേ? ഞാൻ നോക്കുമ്പോൾ എന്ത് ചെയ്തു? നിങ്ങളെ സ്ഥാനം എന്ത് ചെയ്യുന്നുണ്ട്? മാറുന്നുണ്ട്. പക്ഷെ നിങ്ങൾ സുഹൃത്ത് എന്താ പറഞ്ഞത്? നിങ്ങളിപ്പോ നിശ്ചലാവസ്ഥയിലാണെന്ന് പറഞ്ഞു. കാര്യം എന്താ? സുഹൃത്ത് നോക്കുമ്പോൾ സ്ഥാനം എന്ത് ചെയ്യുന്നില്ല? മാറുന്നില്ല. അപ്പോ ഒരു വസ്തുവിന്റെ ചലനാവസ്ഥയും നിശ്ചലാവസ്ഥയും പറയാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? മറ്റൊരു വസ്തുവിന്റെ സഹായം ആവശ്യമായിട്ട് വരും. ആ വസ്തുവാണത് അവലംബക വസ്തു അല്ലെങ്കിൽ റഫറൻസ് ബോഡി. ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ ട്രെയിൻ കയറിയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ട്രെയിനിന്റെ വിൻഡോ വഴി പുറത്തേക്ക് നോക്കുമ്പോൾ അടുത്തൊരു ട്രെയിൻ ഒന്ന് സങ്കല്പിക്കുക. തൊട്ടടുത്ത ഭാഗത്തേക്ക് ട്രെയിൻ നിർത്തിയിട്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ട്രെയിനും ആ റെയിൽ എന്താണ്? നിശ്ചലാവസ്ഥയിലാണ്. ഒരു ട്രെയിൻ എന്ത് ചെയ്യുന്നു? പയ്യെ മുന്നോട്ട് എടുക്കുന്നു. അപ്പൊ നിങ്ങൾ പെട്ടെന്ന് എന്ത് ചെയ്തില്ല? ഏത് ട്രെയിനാണ് മുന്നോട്ട് എടുക്കുന്നത് ചെയ്തില്ല? മനസ്സിലാകത്തില്ല. കാര്യം എന്താണ്? നിങ്ങൾ മറ്റൊരു വസ്തുവിനെ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്തില്ല? ഏത് ട്രെയിനാണ് സെലക്ട് ചെയ്ത് കഴിയാൻ പറയാൻ സാധിക്കത്തില്ല. കാര്യം എന്താണ്? നമ്മൾ വേറെ ട്രെയിൻ എന്ത് ചെയ്തില്ല? വേറെ ഒരു വസ്തു നമുക്ക് എന്ത് ചെയ്തില്ല? അവിടെ കാണുന്നില്ല. അത്തരത്തില് നമ്മൾ വസ്തുവിന്റെ ചലനാവസ്ഥയും നിശ്ചലാവസ്ഥയും പറയണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? മറ്റൊരു വസ്തുവിന്റെ സഹായം വേണ്ടി വരും. അപ്പോൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ നോക്കാം. ഇപ്പൊ ബസ്സിനകത്ത് ഇരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ സഹയാത്രികനെ അപേക്ഷിക്കുക. ആരാണ്? സഹയാത്രികനെ അപേക്ഷിക്കുക. റെഫറൻസ് ബോഡി ആരായിരിക്കും? സഹയാത്രികൻ. ഓക്കെ, അപ്പോൾ സഹയാത്രികനെ അപേക്ഷിക്കുക. നിങ്ങൾ സ്ഥാനം മാറുന്നുണ്ടോ? സ്ഥാനം മാറുന്നില്ല. അപ്പൊ നിങ്ങൾ ഏതവസ്ഥ? നിശ്ചലാവസ്ഥ. എന്നാൽ പുറത്തു നിൽക്കുന്ന ഒരു വൈദ്യുത തൂണിനെ അപേക്ഷിച്ച്, ഒരു പോസ്റ്റിനെ അപേക്ഷിച്ച് ഉള്ള സ്ഥാനം എന്ത് ചെയ്യുന്നുണ്ട്? മാറുന്നുണ്ട്. കാരണം ബസ് മുന്നോട്ട് പോകുന്നില്ലേ? അപ്പൊ ആ പോസ്റ്റിനെ അപേക്ഷിച്ച് സ്ഥാനം എന്ത് ചെയ്യുന്നുണ്ട്? മാറുന്നുണ്ട്. അപ്പൊ ഏതവസ്ഥയായിരിക്കും? നിങ്ങൾ ചലനാവസ്ഥയായിരിക്കും. ഇപ്പൊ റെഫറൻസ് ബോഡി അവിടെ ആരായിരുന്നു? അവലംബ വസ്തു ആരായിരുന്നു? വൈദ്യുത പോസ്റ്റ് ആയിരുന്നു അല്ലേ? ഓക്കെ, മനസ്സിലായില്ലേ? അപ്പൊ എന്താ അവലംബ വസ്തു എന്ന് പറഞ്ഞാല്? ഒരു വസ്തുവിന്റെ ചലനാവസ്ഥയോ നിശ്ചലാവസ്ഥയോ പ്രസ്താവിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? മറ്റൊരു വസ്തുവിന്റെ സഹായം ചോദിക്കും. ആ വസ്തുവാണത് അവലംബ വസ്തു. അതായത് റെഫറൻസ് ബോഡി ഈസ് ആൻ ഒബ്ജെക്ട് with respect to which the state of rest or state of motion of a body is described. അപ്പോൾ എന്താ അവലംബ വസ്തുവിന്റെ റെഫറൻസ് ബോഡി എന്ന് പറഞ്ഞാൽ? ഒരു വസ്തുവിന്റെ ചലനാവസ്ഥയോ നിശ്ചലാവസ്ഥയോ പറയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? മറ്റൊരു വസ്തുവിന്റെ എന്ത് ചെയ്യും? സഹായം ചോദിക്കും. ആ വസ്തുവാണ് എന്ത്? അവലംബ വസ്തുവിന്റെ റെഫറൻസ് ബോഡി. റെഫറൻസ് ബോഡി is the object with respect to which the state of rest or state of motion of a body is described. ഒരു ഒബ്ജക്റ്റിന്റെ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റോ സ്റ്റേറ്റ് ഓഫ് മോഷനോ എന്ത് ചെയ്യുന്ന പറയാൻ വേണ്ടി സഹായം ചോദിക്കുന്ന വസ്തുവാണത് അവലംബ വസ്തു. അതായത് നമ്മൾ ബസ്സിലിരിക്കുകയാണ്. ബസ്സിലിരിക്കുന്ന സഹയാത്രികനെ അപേക്ഷിച്ച് റെഫറൻസ് ബോഡി ആയ സഹയാത്രികൻ എന്ത് ചെയ്യുന്നില്ല? നിങ്ങളുടെ സ്ഥാനം എന്ത് ചെയ്യുന്നില്ല? മാറുന്നില്ല. അപ്പൊ നിങ്ങൾ നിശ്ചലാവസ്ഥ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിലാണ്. എന്നാൽ റോഡിനെ അപേക്ഷിച്ച് അപ്പൊ അവലംബ വസ്തു ആര്? റോഡാണ്. റോഡിനെ അപേക്ഷിച്ച് സ്ഥാനം എന്ത് ചെയ്യുന്നുണ്ട്? മാറുന്നുണ്ട്. അപ്പൊ ഏത് ചലനാവസ്ഥ?
വേറെ എക്സാമ്പിൾ പറയാം. പശുവിന്റെ പുറത്തിരിക്കുന്ന കാക്ക, അപ്പൊ മെയിൻ നടക്കുന്ന പശുവിന്റെ പുറത്തിരിക്കുന്ന കാക്ക. അപ്പോ ആ കൗവിനെ മേടിച്ച് ആ കാക്കയ്ക്ക് സ്ഥാനം മാറുന്നുണ്ടോ? ഇല്ല. അപ്പൊ കാക്ക ഏത് അവസ്ഥ? നിശ്ചലാവസ്ഥ. റെഫറൻസ് ബോഡി ആരാണ്? കൗവാണ്. ഓക്കെ. എന്നാൽ തറയെ അപേക്ഷിച്ചാണെങ്കിലോ ഫ്ലോറിനെ അപേക്ഷിച്ചാണെങ്കിലോ കാക്കയുടെ സ്ഥാനം എന്ത് ചെയ്യുന്നുണ്ട്? മാറുകയാണ്. കാരണം പശു അന്ന് പോയല്ലേ, അതിന്റെ പുറത്തിരിക്കുന്ന കാക്കയും പശുവിനോടൊപ്പം സഞ്ചരിച്ച് പോവുകയാണ്. അപ്പൊ തറയെ അപേക്ഷിച്ച അപ്പോ റെഫറൻസ് ബോഡി ആരാണ്? അവിടുത്തെ തറ. തറയെ അപേക്ഷിച്ച് സ്ഥാനം എന്ത് ചെയ്യുന്നുണ്ട്? മാറുന്നുണ്ട്. ഓക്കെ. വേറെ എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾ ഇപ്പൊ ഏതവസ്ഥയിലായിരിക്കും? നിശ്ചലാവസ്ഥയിലായിരിക്കും. ഇപ്പൊ നിങ്ങൾ വെറുതെ ഇരിക്കുകയില്ലേ, കസേര ഇരിക്കുകയില്ലേ, അപ്പൊ നിങ്ങൾ ഏതവസ്ഥ? നിശ്ചലാവസ്ഥ. അപ്പോ നിങ്ങൾ പഠിപ്പിക്കുന്ന ടേബിളിനെ അപേക്ഷിച്ചോ നിങ്ങൾ ഏതവസ്ഥ? നിശ്ചലാവസ്ഥ. ഓക്കെ. അപ്പൊ റെഫറൻസ് ബോഡി ആരാണ്? ടേബിൾ ആണ്. അവലംബ വസ്തു ആരാണ്? ടേബിൾ ആണ്. ഓക്കെ. എന്നാൽ സൂര്യനെ അപേക്ഷിച്ചാണെങ്കിലോ, അതായത് ഭൂമിക്ക് പുറത്തുള്ള നക്ഷത്രമായ ആരെ അപേക്ഷിച്ചത്? സൂര്യനെ അപേക്ഷിച്ചാണെങ്കിലോ, അപ്പോ സൂര്യൻ നോക്കുകയാണെങ്കിൽ നിങ്ങളിപ്പോ ഏതവസ്ഥയിലായിരിക്കും? ചലനാവസ്ഥയിലായിരിക്കും. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇപ്പൊ സൂര്യൻ നോക്കിയാണ്. ഇപ്പൊ നമുക്കറിയാം നമ്മൾ എവിടെ ഇരിക്കുകയാണ്? ഇപ്പൊ ഭൂമിക്കകത്താണ്. ഭൂമി വെറുതെ ഇരിക്കുകയാണ്? നിശ്ചലാവസ്ഥയിലാണോ? അല്ല. ഭൂമി എന്താണ്? ചുറ്റിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ സൂര്യൻ എന്താണ്? വളരെ വേഗത്തിൽ ചുറ്റിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അപ്പോ നമുക്ക് എന്ത് പറയാം? സൂര്യൻ നോക്കുമ്പോ ഭൂമി എന്താണ്? വളരെ വേഗത്തിൽ സ്ഥാനം മാറിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ അകത്തിരിക്കുന്ന നമ്മളൊപ്പം എന്താണ്? ഭൂമിയോടൊപ്പം എന്താണ്? സ്ഥാനം മാറുന്നു. ഇപ്പൊ സൂര്യൻ നോക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുന്നു? നിങ്ങളുടെ സ്ഥാനം എന്ത് ചെയ്യുന്നുണ്ട്? ഇപ്പോ മാറുന്നുണ്ട്. അപ്പോ എന്ത് പറയാം? റെഫറൻസ് ബോഡി ആരാക്കി എടുത്താൽ, സൂര്യനാക്കി എടുത്താൽ നമ്മളിപ്പോ ഏതവസ്ഥയിലായിരിക്കും? ചലനാവസ്ഥയിലായിരിക്കും. അവലംബ വസ്തു സൂര്യനാണെങ്കിൽ നമ്മുടെ ഏതവസ്ഥ? ചലനാവസ്ഥ. എന്നാൽ അടുത്ത ഈ അവസ്ഥയെ അപേക്ഷിച്ചാണെങ്കിലോ നിശ്ചലാവസ്ഥ. ഓക്കെ. വേറെ എക്സാമ്പിൾ പറയാം. ഒരു കറങ്ങുന്ന കസേരയിൽ ഇരിക്കുന്ന പുസ്തകം. ഒരു കറങ്ങുന്ന കസേരയിൽ ഇരിക്കുന്ന ഒരു പുസ്തകം. ആ കസേരയെ അപേക്ഷിച്ച് റെഫറൻസ് ബോഡി ആരാണ്? കസേരയാണ്. ചലനാവസ്ഥയിൽ ചില അവസ്ഥയായിരിക്കും. ചില അവസ്ഥയായിരിക്കും. സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ആയിരിക്കും. കാര്യം എന്താ? കസേരയെ അപേക്ഷിച്ച് പുസ്തകത്തിന്റെ സ്ഥാനം മാറുന്നില്ല. അപ്പോ ഏത്? സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്. എന്നാൽ തറയെ അപേക്ഷിച്ചാണെങ്കിലോ, അല്ലെങ്കിൽ പുറത്തിരിക്കുന്ന മറ്റൊരു ടേബിളിനെ അപേക്ഷിച്ചാണെങ്കിലോ, മറ്റൊരു ടേബിളിനെ അപേക്ഷിച്ച് എന്ത് മാറുന്നുണ്ട്? സ്ഥാനം എന്ത് ചെയ്യുന്നുണ്ട്? മാറുന്നുണ്ട്. അപ്പോ ഏതവസ്ഥയായിരിക്കും? ചലനാവസ്ഥയായിരിക്കും. അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓഫ് മോഷൻ ആയിരിക്കും. അപ്പോ കറങ്ങുന്ന കസേരയിരിക്കുന്ന പുസ്തകം റെഫറൻസ് ബോഡി കസേരയാണെങ്കിൽ നിശ്ചലാവസ്ഥ. മറ്റൊരു ടേബിൾ ആണെങ്കിൽ അല്ലെങ്കിൽ തറയാണെങ്കിൽ ചലനാവസ്ഥ. റെഫറൻസ് ബോഡി മറ്റൊരു തറയൊക്കെ എടുത്താൽ അപ്പൊ എന്തായാലും ചലനാവസ്ഥയാകും. ഒരേ വസ്തു നമുക്ക് എന്ത് ചെയ്യാം? വ്യത്യസ്തമായ റെഫറൻസ് ബോഡി എടുത്തുകൊണ്ട് നമുക്ക് ചലനാവസ്ഥയോ നിശ്ചലാവസ്ഥയോ എന്ത് ചെയ്യാം? പറയാനായിട്ട് സാധിക്കും. ഓക്കെ. അപ്പോ പുറത്ത് നിൽക്കുന്ന ഒരു കുട്ടി, ചലിക്കാതെ നിൽക്കുന്ന ഒരു കുട്ടി തറയെ അപേക്ഷിച്ച് റെഫറൻസ് ബോഡി തറയാണെങ്കിൽ ഏതവസ്ഥയായിരിക്കും? ചലാവസ്ഥയായിരിക്കും. എന്നാൽ റെഫറൻസ് ബോഡി സൂര്യനാണെങ്കിലോ, അവലംബോ സൂര്യനാണെങ്കിലോ, സൂര്യനെ അപേക്ഷിച്ചാണെങ്കിലോ ഭൂമിയുടെ സ്ഥാനം മാറുന്നുണ്ട്. അപ്പോ ഭൂമിക്കകത്തുള്ള കുട്ടിയുടെ സ്ഥാനം എന്ത് ചെയ്യുന്നുണ്ട്? സൂര്യൻ നോക്കിയാണെങ്കിൽ മാറുന്നുണ്ട്. അപ്പൊ ഏതവസ്ഥയായിട്ട് മാറും? അത് ചലനാവസ്ഥയായിട്ട് മാറും. ഓക്കെ. അപ്പൊ എന്ത് ചെയ്യുക? കൂടുതൽ ഉദാഹരണം എന്ത് ചെയ്യാൻ വീട്ടിൽ ഇരുന്ന് കണ്ടെത്തുക. അടുത്ത പഠിക്കാൻ പോകുന്ന കാര്യമാണ് ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റ്, അല്ലെങ്കിൽ ദൂരവും സ്ഥാനാന്തരവും. എന്താണ് നമുക്ക് നോക്കാം. ഇത് നിങ്ങളെ വീടാണ് സങ്കല്പിക്കുക, ഇത് നിങ്ങളെ സ്കൂളാണ് സങ്കല്പിക്കുക. അപ്പൊ നിങ്ങൾ രാവിലെ എന്ത് ചെയ്യുന്നു? വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു, ഇങ്ങോട്ട് പോവുകയാണ്, സ്കൂളിലേക്ക് പോവുകയാണ്. ഓക്കെ. ഇപ്പൊ രാവിലെ ഞാൻ എന്ത് ചെയ്തു? എനിക്ക് ഇവിടെ ഒരു കടയുണ്ട്. അപ്പൊ എനിക്ക് എന്ത് ചെയ്യണം? ആ കടയിൽ കയറിക്കൊണ്ട് അവിടെ പോകാൻ, സ്കൂളിൽ പോകാൻ. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു? നേരെ ആ കടയിൽ പോകുന്നു, ആ പുസ്തകം വാങ്ങുന്നു, എന്ത് ചെയ്യുന്നു? അവിടെ നിന്ന് എന്ത് കൊണ്ട് പോകുന്നു? സ്കൂളിലോട്ട് പോകുന്നു. ഞാൻ എന്ത് ചെയ്തു? എന്റെ വീട്ടിൽ എന്ത് ചെയ്തു? ഞാൻ കടയിൽ പോയി, സ്കൂളിൽ പോയി. അങ്ങനെ പോയപ്പോ എന്ത് ചെയ്തു? ഞാൻ ആകെ സഞ്ചരിച്ച ദൂരം, അല്ലെങ്കിൽ ആകെ സഞ്ചരിച്ച പാത എന്ന് പറയുന്നത് എത്രയാണ്? 500 മീറ്റർ ആണ്. എനിക്ക് എത്ര പോകേണ്ടി വന്നു? 500 മീറ്റർ എന്ത് ചെയ്യേണ്ടി വന്നു? നടക്കേണ്ടി വന്നു. ഞാൻ തിരിച്ചു വന്നപ്പോ എനിക്ക് എന്ത് ചെയ്യേണ്ടി വന്നു? എന്റെ ഒരു സുഹൃത്തിന്റെ വീട്ടിൽ കൂടെ എന്ത് ചെയ്യേണ്ടി വരുന്നു? കയറേണ്ടി വന്നു. ഞാൻ എന്ത് ചെയ്തു? സ്കൂളിൽ നിന്ന് നേരെ എന്ത് ചെയ്തു? എന്റെ സുഹൃത്തിന്റെ വീട്ടിൽ വന്നു. അവിടെ നിന്ന് എന്ത് ചെയ്തു? തിരിച്ച് വീട്ടിൽ വന്നു. അങ്ങനെ വന്നപ്പോ എനിക്ക് സഞ്ചരിക്കേണ്ടി വന്നത് 750 മീറ്റർ ആണ്. എനിക്ക് ആരുടെ എത്ര മീറ്റർ പറയേണ്ടി വന്നു? 750 മീറ്റർ നടക്കേണ്ടി വന്നു. ഓക്കെ. അപ്പൊ ഞാൻ ഇവിടെ എന്താ ചെയ്തത്? രണ്ടിടത്തും ഞാൻ എന്ത് ചെയ്തു? വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പോയി, സ്കൂളിൽ നിന്ന് തിരിച്ച് വീട്ടിലോട്ട് വന്നു. അപ്പൊ ഞാൻ ആദ്യം എന്ത് പോയി? ആദ്യം 500 മീറ്റർ തിരിച്ചു പോയി. തിരിച്ചെന്ന് വന്നു ഞാൻ 750 മീറ്റർ തിരിച്ചു വന്നു. അതായത് ഈ 500-750 എന്താണ്? ഞാൻ സഞ്ചരിച്ച പാതയുടെ ആകെ നീളമല്ലേ? അതായത്
അതായത് ഞാൻ സഞ്ചരിച്ച പാതയുടെ നീളമില്ല 500 മീറ്റർ, ഞാൻ തിരിച്ചു വന്ന പാതയുടെ നീളമില്ല 750 മീറ്റർ. ആണോ അല്ലയോ? അതായത് ഞാൻ രാവിലെ സഞ്ചരിച്ച ദൂരമാണ് 500 മീറ്റർ, ഞാൻ വൈകിട്ട് സഞ്ചരിച്ച ദൂരമാണ് 750 മീറ്റർ. അപ്പൊ എല്ലാവരും ദൂരം എന്ന് പറഞ്ഞാൽ സഞ്ചരിച്ച പാതയുടെ ആകെ നീളമാണ് എന്ത്? ദൂരം. ടോട്ടൽ ലെങ്ത് ഓഫ് ദ പാത്ത് ട്രാവൽഡ് ആണ് അത് നമ്മൾ പറയുന്ന ഡിസ്റ്റൻസ്. എന്ത്? ഡിസ്റ്റൻസ്. ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ദൂരം. സഞ്ചരിച്ച പാതയുടെ ആകെ നീളമാണ് എന്ത്? ഡിസ്റ്റൻസ്. ഓക്കെ. ഇപ്പോ രാവിലെ അതിന്റെ ദൂരം എത്രയായിരിക്കും? 500 മീറ്റർ ആയിരിക്കും. വൈകിട്ടാണെങ്കിലോ അത് 750 മീറ്റർ ആയിരിക്കും. എന്നാൽ ഞാൻ എന്താണ്, ഒരു ഹെലികോപ്റ്റർ കയറി പോവുകയാണ്. ഞാൻ വീട്ടിൽ എന്ത് ചെയ്തു? നേരെ ഹെലികോപ്റ്റർ എടുത്തു, നേരെ എന്ത് ചെയ്യുന്നു? ആകാശമാർഗം എന്ത് ചെയ്യുന്നു? ഇറങ്ങിയാണ്. സ്കൂളിൽ പോയി ഇറങ്ങിയാണ്. ഒരു വളവോ തിരിവോ ഒന്നുമില്ല, നേരെ വരച്ചെങ്കിലും അതേപോലെ പോയി എന്താണ് സ്കൂളിൽ പോയി ഇറങ്ങിയാണ്. അങ്ങനെ പോയപ്പോ എനിക്ക് 300 മീറ്ററേ പോകേണ്ടി വന്നോളൂ. ആകാശമാർഗം എന്ത് ചെയ്ത് പോയപ്പോ, അതായത് റോഡിൽ കൂടെ എല്ലാം വളവും തിരിവൊന്നുമില്ല, നേരെ എന്ത് ചെയ്യാണ്? പോയി ഇറങ്ങിയാണ്. അപ്പൊ എന്ത് ചെയ്തു? 300 മീറ്ററേ പോകേണ്ടി വന്നോളൂ. ഓക്കെ. അപ്പൊ എന്തായിരിക്കും ഇത്? അങ്ങനെ ഹെലികോപ്റ്റർ സഞ്ചരിച്ച ദൂരമാണല്ലോ ഇത്. ആണോ അല്ലയോ? അതായത് എന്റെ വീട്ടിൽ നിന്ന് സ്കൂൾ വരെ ഉള്ളത്, അതായത് ഇറങ്ങിയ സ്ഥലത്ത് നിന്ന് അവസാന സ്ഥലം വരെ, അതായത് ഇങ്ങനെ പറയാം, ആദ്യം ഇറങ്ങിയ സ്ഥലം എത്തിച്ചേർന്ന സ്ഥലം. അങ്ങനെ മാറ്റി പറയാം, ആദ്യ സ്ഥാനം അന്ത്യസ്ഥാനം. ഓക്കെ. ആദ്യം ഇറങ്ങിയ സ്ഥലം, എത്തിച്ചേർന്ന സ്ഥലം, ആദ്യ സ്ഥാനവും അന്ത്യസ്ഥാനവും. അപ്പോ ആദ്യ സ്ഥാനത്ത് നിന്ന് അന്ത്യസ്ഥാനത്തിലേക്കുള്ള ഈ നേരേഖ ദൂരമല്ലേ 300 മീറ്റർ? ആണോ അല്ലയോ? ആണ്. അതായത് എന്ത് പറയാം, ആദ്യ സ്ഥാനവും അന്ത്യസ്ഥാനവും തമ്മിലുള്ള നേർരേഖ ദൂരമാണ് 350. അത്രേ ഉള്ളൂ. ആദ്യ സ്ഥാനം മുതൽ അന്ത്യസ്ഥാനം വരെയുള്ള നേർരേഖ ദൂരമായിരിക്കും ആര്? ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ സ്ഥാനാന്തരം. എന്താണ്? ആദ്യ സ്ഥാനം മുതൽ അന്ത്യസ്ഥാനം വരെയുള്ള നേർരേഖ ദൂരമാണെന്ന് ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ സ്ഥാനാന്തരം. മനസ്സിലായ? അപ്പൊ എന്താ ദൂരം എന്ന് പറഞ്ഞാൽ സഞ്ചരിച്ച പാതയുടെ ആകെ നീളമാണ് ദൂരം. സ്ഥാനാന്തരവും ഡിസ്പ്ലേസ്മെന്റ് എന്തായിരിക്കും? ആദ്യ സ്ഥാനം മുതൽ അന്ത്യസ്ഥാനം വരെയുള്ള നേർരേഖ ദൂരമാണെന്ന് ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ സ്ഥാനാന്തരം. അപ്പോ ഇതുമായി ബന്ധപ്പെട്ട ബാക്കി ഭാഗങ്ങൾ എന്ത് ചെയ്യാൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പിന്നെ കാണാം.